സങ്കീർത്തനം 11:7 നേരുള്ളവർ അവിടുത്തെ മുഖത്തെ കാണും. നേരുള്ളവർ, ദൈവം ചില ഭക്തന്മാരെ നീതിമാന്മാർ എന്നും നേരുള്ളവരെന്നും ദോഷം വിട്ട് അകലുന്നവരെന്നും ഒക്കെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇയ്യോബിനെ കുറിച്ച് കർത്താവ് അങ്ങനെ പറയുന്നു, അബ്രഹാമിനെ കുറിച്ച് കർത്താവ് അങ്ങനെ പറയുന്നു, നോഹയെക്കുറിച്ച് കർത്താവ് അങ്ങനെ പറയുന്നു. അപ്പോൾ ജീവിതത്തിൽ അവരുടെ സ്വഭാവത്തിൽ, ചിന്താഗതിയിൽ, സംസാരത്തിൽ, പ്രവർത്തനങ്ങളിൽ, അവരുടെ ജീവിത രീതികളിൽ ഒക്കെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയും നീതീകരണവും ഉള്ളവരെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. എല്ലാവരും നേരുള്ളവർ അല്ല. വക്രതയുള്ളവരുണ്ട്, വളഞ്ഞ വഴികളിൽ പോകുന്നവരുണ്ട്, ദുഷ്ടന്മാരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മുന്നിൽ ചിലർ നീതിമാന്മാരാണ്, ചിലർ നേരുള്ളവരാണ്. തിരുവചനം അനുസരിച്ചാൽ നമുക്കും നീതിമാന്മാരായും നേരുള്ളവരായും മാറുവാൻ കഴിയും. തിരുവഴുത്തിൻ പ്രകാരം, തിരുവചനത്തിൻ പ്രകാരം നമ്മുടെ ജീവിതത്തെയും ചിന്താഗതികളെയും സ്വഭാവത്തെയും ഒരു നീതീകരണത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാമെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തെ നമുക്ക് കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആശീർവാദത്തെ നമുക്ക് സ്വന്തമാക്കുവാനായി കഴിയും. നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരുവാനായി കഴിയും. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരുവാനായി സാധിക്കും.